സ്ത്രീകൾക്ക് കൂടുതൽ പങ്കാളിത്തം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക ഘടനയെ വലിയ തോതിൽ സ്വാധീനിച്ചതും മാറ്റിയതുമായ ഇടപെടലായിരുന്നു. സാമൂഹ്യ സുരക്ഷയിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായത്. ക്ഷേമ പെൻഷൻ 600 രൂപയായിരുന്നത് ഈ 10 വർഷക്കാലത്ത് അനുഭവമെടുത്താൽ 2000 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ 50,000 കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചത്. അതേസമയം പട്ടയം 4 ലക്ഷത്തിലധികം പട്ടയം വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ലൈഫ് മിഷൻ വഴി 5 ലക്ഷത്തിലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. അതിൽ 2 ലക്ഷത്തിലധികം വീടുകൾ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, നമ്മുടെ 60% വീടുകളിലും പൈപ്പ് ജലം എത്തിക്കാൻ നമുക്കായി. ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടായത്. ഒന്ന്, തസ്തികകൾ സൃഷ്ടിച്ചതാണ്. ഈ കാലയളവിൽ 10,000-ത്തിലധികം തസ്തികകൾ ആരോഗ്യരംഗത്ത് സൃഷ്ടിച്ചു. 13,000 കോടി രൂപ ആരോഗ്യമേഖലയിൽ ചെലവഴിക്കുന്ന നിലയുണ്ട്. സർക്കാർ ആശുപത്രികളിലെ OP സന്ദർശനം അത് 13 കോടിയായി ഉയർന്നു. ശിശുമരണ നിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. രാജ്യത്തെ ആരോഗ്യ സൂചികൾ എടുത്താൽ അതിൽ ഒന്നാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ പ്രത്യേകത ആരോഗ്യരംഗം പോലെ തന്നെ ഉള്ളതാണ് വിദ്യാഭ്യാസ രംഗം. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി, തകർന്നു പോകുമെന്ന ആശങ്ക, അതെല്ലാം ദൂരീകരിക്കാനായി. മാത്രമല്ല 11 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി ചേരുന്ന അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ വിദ്യാഭ്യാസം വ്യാപകമായി നടപ്പാക്കി. 45,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ തലത്തിൽ നല്ല മുന്നേറ്റം കൈവരിക്കാനായി. അടിസ്ഥാന സൗകര്യ രംഗത്ത് ഏകദേശം 2 ലക്ഷം കോടി നിക്ഷേപ പദ്ധതികളാണ് നടപ്പാക്കിയത്. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖം, K-4 ഇവയെല്ലാം കേരളത്തിൻ്റെ ഭാവി സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായി മാറുകയുണ്ടായി. വലിയ മാറ്റം വ്യവസായ രംഗത്തുണ്ടായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്തെ തന്നെ 1ാം സ്ഥാനം കേരളത്തിന് ലഭിച്ചു. IT മേഖലയിൽ തൊഴിൽ
26,000 നിന്ന് 2.5 ലക്ഷമായി ഉയർത്താനായി. സ്റ്റാർട്ടപ്പുകൾ 800 നിന്ന് 7,700 കൂടുതലായി. 1,96,000 കോടി നിക്ഷേപ വാഗ്ദാനം കൊച്ചിയിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദാവോസില് ആഗോള സമ്മിറ്റ് നടന്നപ്പോൾ അവിടെ ലഭിച്ച ഓഫർ 1,18,000 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. കേരളമാണ് നിക്ഷേപം സുരക്ഷിതമായിരിക്കുന്ന ഇടം എന്ന് വ്യവസായികളും മറ്റും ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചേർന്നുകൊണ്ട് തെളിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ LDF ഭരണത്തിൽ പൊതുവെ വളർന്നു വന്ന വിശ്വാസ്യത. എന്താണോ ജനങ്ങളോട് പറയുന്നത് അത് ചെയ്യുന്ന നില എല്ലാവരും പൊതുവെ അംഗീകരിക്കപ്പെട്ടു. രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും ആധികാരികമായ സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ ഇതിനെയൊക്കെ അംഗീകരിക്കുന്നതിലാണ് വന്നിട്ടുള്ളത്. 2025 ഡിസംബർ 11 ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ച രേഖയാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയില് 300 രൂപ താങ്ങുവിലയാണ് സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില നിശ്ചയിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതായത് പറഞ്ഞിരിക്കുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 50%. ഉൽപ്പാദിപ്പിക്കാൻ കർഷകനുണ്ടായ ചെലവ് 50% കൂടി ചേർത്തിട്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ചെയ്യും. നാണ്യവിളകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കുടിയേറ്റ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ കർഷകർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.